പാലക്കാട് കൽപ്പാത്തി രഥോത്സവം രണ്ടാം ദിനമായി ഇന്നും ദേവരഥങ്ങൾ അഗ്രഹാര വീഥികളിൽ പ്രയാണം നടത്തും. മന്തക്കര മഹാഗണപതിയുടെ രഥമാണ് പുതുതായി ഇന്ന് പ്രയാണം ആരംഭിക്കുക. കഴിഞ്ഞ ദിവസം അച്ചൻപടിയിൽ പ്രയാണം അവസാനിപ്പിച്ച വിശാലാക്ഷി സമേത വിശ്വനാഥ സ്വാമിയുടെയും പരിവാര ദേവതകളുടെയും രഥങ്ങൾ ഇന്ന് ചാത്തപുരം വരെ പ്രയാണം ചെയ്യും. വിശദാംശങ്ങളുമായി അരുൺ ആലത്തൂർ ചേരുകയാണ്. അരുൺ, കൽപ്പാത്തി രഥോത്സവം രണ്ടാം ദിനം, ഇന്നത്തെ ചടങ്ങുകൾ, മറ്റ് പ്രത്യേകതകൾ. കൽപ്പാത്തി തേരിന്റെ രണ്ടാം ദിനത്തിൽ അഗ്രഹാര വീഥികളിൽ നിന്നും രഥം പ്രയാണം നടക്കും. ഇപ്പോൾ നമുക്ക് ദൃശ്യങ്ങളിൽ കാണാൻ സാധിക്കും, മന്തക്കര മഹാഗണപതി ഇന്ന് അഗ്രഹാര വീഥികളിൽ രഥപ്രയാണം ആരംഭിക്കുന്നതിന് തൊട്ട് മുന്നായി ക്ഷേത്രത്തിൽ നിന്നും, മന്തക്കര മഹാഗണപതി ക്ഷേത്രത്തിൽ നിന്നും തന്റെ അച്ഛന്റെ അടുത്തേക്ക്, അതായത് വിശാലാക്ഷി സമേത വിശ്വനാഥ സ്വാമി ക്ഷേത്രത്തിലേക്ക് ചെണ്ടമേളത്തിന്റെയും അതുപോലെ തന്നെ നാദസ്വരത്തിന്റെയും ഒക്കെ അകമ്പടിയോടുകൂടെ തന്നെ ആ ഭഗവാൻ തന്റെ പിതാവിനോട് ഈ രഥപ്രയാണം നടത്തുന്നതിന് മുൻപായിട്ട് അനുവാദം ചോദിക്കാൻ വേണ്ടി പോകുന്ന ആ ഒരു കാഴ്ചയാണ് നമ്മളിപ്പോൾ കാണുന്നത്. അലങ്കരിച്ച് വലിയ സർവാഭരണ വിഭൂഷണായിക്കൊണ്ടാണ് ഭഗവാൻ ഇപ്പോൾ തൻ്റെ പിതാവിനോട് ഈ ഒരു രഥപ്രയാണം, അഗ്രഹാര വീഥികളിൽ രഥപ്രയാണം നടത്തുന്നതിന് വേണ്ടിയുള്ള അനുവാദം ചോദിക്കാൻ വേണ്ടി പോകുന്നത്. ഇനി വിശാലാക്ഷി സമേത വിശ്വനാഥ സ്വാമി ക്ഷേത്രത്തിലെത്തി അനുവാദം വാങ്ങിക്കഴിഞ്ഞാൽ അവിടെ നിന്നും പിന്നെ തിരികെ വീണ്ടും ഈ മന്തക്കര മഹാഗണപതി ക്ഷേത്രത്തിലേക്ക് എത്തും. അവിടെ നിന്നും രഥപ്രയാണം ആരംഭിക്കും എന്നുള്ളതാണ്. ഏതായാലും ഇന്നത്തെ ഈ ഒരു രഥപ്രയാണത്തിൽ മന്തക്കര മഹാഗണപതിയുടെ ഈ രഥമാണ് ഇന്ന് പുതുതായി അഗ്രഹാര വീഥികളിലേക്ക് എത്തുന്നത്. ഈ രഥത്തിന്റെ പ്രത്യേകത എന്നുള്ളത് ഗ്രാമപ്രദക്ഷിണം ചെയ്യാത്ത ഏക രഥമാണ് മന്തക്കര മഹാഗണപതിയുടേത് എന്നുള്ളതാണ്. കാരണം ഇന്നിപ്പോൾ രാവിലെ രഥപ്രയാണം ആരംഭിച്ചാൽ പുതിയ കൽപ്പാത്തിയുടെ മധ്യഭാഗത്തായിട്ട് പ്രയാണം അവസാനിക്കും. അത് കഴിഞ്ഞാൽ നാളെ ഈ വിശാലാക്ഷി സമേത വിശ്വനാഥ സ്വാമി ക്ഷേത്രത്തിന്റെ ഭാഗത്ത് നിന്നും പിന്നീട് തിരിച്ച് ഈ മന്തക്കര മഹാഗണപതി ക്ഷേത്രത്തിലേക്ക് തന്നെ ഈ രഥം പ്രയാണം ചെയ്യും എന്നുള്ളതാണ്. അതായത് മറ്റ് രഥങ്ങളൊക്കെ, മറ്റ് ക്ഷേത്രങ്ങളിലെ രഥങ്ങളൊക്കെ ഗ്രാമം മുഴുവൻ പ്രദക്ഷിണം ചെയ്യുമെങ്കിൽ മന്തക്കര മഹാഗണപതിയുടെ രഥം ഗ്രാമപ്രദക്ഷിണം ചെയ്യില്ല എന്നുള്ളത് തന്നെയാണ് പ്രത്യേകത. ഏതായാലും ഈ രഥം അവിടെ വിവിധ പല വർഗ്ഗങ്ങളും മറ്റുമൊക്കെ തൂക്കി വലിയ രീതിയിൽ അലങ്കരിച്ച് കഴിഞ്ഞു. ഈ 10:45 മുതൽ 11:30 വരെയാണ് രഥാരോഹണത്തിൻ്റെ സമയം. ആ ഒരു മുഹൂർത്തത്തിൽ രഥാരോഹണം നടക്കും. ആ രഥാരോഹണത്തിന് ശേഷമായിരിക്കും പിന്നീട് രഥപ്രയാണം ആരംഭിക്കുക എന്നുള്ളതാണ്. ഏതായാലും രാവിലെ വേദപാരായണം ഉൾപ്പെടെ ക്ഷേത്രത്തിൽ നടക്കുകയുണ്ടായി. ആ വേദപാരായണങ്ങളും മറ്റും ശേഷമാണ് ഇപ്പോൾ രഥം പ്രയാണത്തിന് വേണ്ടിയുള്ള ഒരുക്കങ്ങൾ അതിൻ്റെ അവസാന ഘട്ടത്തിലേക്ക് എത്തിയിരിക്കുന്നത്. നമുക്ക് ഇവിടെയുള്ള ആളുകളോട് തന്നെ ചോദിക്കാം. ഇപ്പൊ അച്ഛനോട് അനുഗ്രഹം തേടാൻ വേണ്ടി പോകും. അതെ 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 അച്ഛൻ്റെ അനുഗ്രഹം തേടാൻ വേണ്ടി പോവുകയാണ്. ഏതായാലും കുറച്ച് വേദ പണ്ഡിതരും മറ്റുമൊക്കെ ഇവിടുത്തെ പ്രമുഖരായിട്ടുള്ള ഈ അഗ്രഹാരത്തിലെ ആളുകളൊക്കെ മുന്നിലുണ്ട്. അവരോടൊക്കെ നമുക്കിതിന്റെ കുറച്ച് കൂടുതൽ ചടങ്ങിന്റെയും മറ്റു കാര്യങ്ങളും ചോദിക്കാം. എന്താണ് ഇപ്പോ ഇന്നത്തെ ചടങ്ങുകളൊക്കെ എങ്ങനെയാണ്? എത്ര മണിയോടുകൂടെ ആയിരിക്കും രഥാരോഹണം? രഥാരോഹണം 11 മണിക്ക്. ഇന്ന് മന്തക്കര മഹാഗണപതി രഥമാണ്. മഹാഗണപതിയുടെ രഥം രാവിലെ 300 മീറ്റർ മുമ്പോട്ട് വരികയും ഉച്ചയോടുകൂടി, വൈകിട്ടോടുകൂടി 4:30-5 കിഴക്കൻ തലയിൽ നിന്ന് പടിഞ്ഞാറൻ തലയിലേക്ക് വരും. ഈ പുതിയ കൽപ്പാത്തി മഹാരഥത്തിൻ്റെ ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ, പുതിയ കൽപ്പാത്തി മന്തക്കര മഹാഗണപതി രഥം മാത്രം ഈ ഒരു ഗ്രാമത്തിൽ, പുതിയ കൽപ്പാത്തിയിൽ മാത്രമേ രഥപ്രയാണമുള്ളൂ എന്നുള്ളതാണ്. വിശാലാക്ഷി സമേത വിശ്വനാഥ സ്വാമി കച്ചടി തെരുവിലുണ്ട്. അത് ഇന്ന് ചാത്തപുരം പ്രദക്ഷിണം ചെയ്ത് പഴയകൽപ്പാത്തിയിലെത്തും. വിശ്വനാഥ സ്വാമിയുടെ രഥം, ഗണപതിയുടെ രഥം, വള്ളി ദേവസേന സമേത സുബ്രഹ്മണ്യ സ്വാമിയുടെ രഥം, ഈ 3 രഥങ്ങൾ കച്ചടി തെരുവിലുണ്ട്. അത് ചുറ്റി പഴയകൽപ്പാത്തിയിലെത്തും. അത് 4 മണിയോടുകൂടി അത് തുടങ്ങും. നമ്മളുടെ പുതിയ കൽപ്പാത്തി രഥം വൈകിട്ട് 4:30, രാവിലെ രഥാരോഹണം 11 മണിയോടുകൂടി നടക്കും. അത് കഴിഞ്ഞാൽ ഉച്ചയ്ക്ക് ശേഷം ഒരു 3:30-4 കൽപ്പാത്തിയിൽ പ്രയാണം ചെയ്യും. ഇതിൽ ഏറ്റവും വലിയൊരു വിഷമം, ഈ ദേവൻ വന്ന് നാളെ തിരിച്ചു പോകുമ്പോൾ ഉണ്ടാകുന്ന അഗ്രഹാര വിധിയിൽ ഓരോ വീട്ടിൻ്റെ മുമ്പിലും ദേവൻ നിന്ന് പോകുമ്പോൾ ആ വീട്ടിലുള്ള ഒരു മാനസിക വിഷമം വളരെ വലുതാണ്. നമ്മൾ 1 വർഷം ഇനിയും ദേവൻ നമ്മുടെ പടിക്കൽ കാത്തിരിക്കേണ്ടിയിരിക്കുന്നു. പിന്നെ കക്കാട് പറഞ്ഞ പോലെ വരുസഖി നമുക്ക് ഒന്നിച്ച് ഇരുന്ന് ഈ ആദിനെ എതിരേൽക്കുക എന്ന് പറഞ്ഞ പോലെ ഈ രഥോത്സവത്തെ എഴുന്നേൽക്കുക, ജീവിതം ഒരു പോസിറ്റീവായി മുമ്പോട്ട് കൊണ്ടുപോവുക
എന്നുള്ളതാണ് ഇതിൽ. അതായത് കരിമ്പുഴ രാമൻ അദ്ദേഹം പറഞ്ഞതുപോലെ കൽപ്പാത്തി രഥോത്സവത്തിലെ പ്രത്യേകത എന്നുള്ളത് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം അതാണ്. നമുക്ക് 363 ദിവസവും, ഒരു വർഷത്തിലെ 363 ദിവസവും നമ്മൾ ക്ഷേത്രത്തിൽ പോയിട്ടാണ് ദേവീ ദേവന്മാരെ വണങ്ങാറ് എങ്കിൽ ഓരോരുത്തരുടെയും വീട്ടുമുറ്റത്തേക്ക് ഭഗവാൻ അനുഗ്രഹവർഷവുമായി എത്തുന്ന ദിവസമാണ് രഥോത്സവം. അതായത് എല്ലാ വർഷത്തെയും ആ ഒരു 3 ദിവസങ്ങൾ എന്നുള്ളത് ഭഗവാൻ ഓരോ ആളുകളുടെയും വീടിന്റെ മുന്നിലേക്ക് എത്തുന്നു എന്നുള്ളതാണ്. മാത്രമല്ല ഈ രഥങ്ങളുടെ പ്രത്യേകതയും അതാണ്. എല്ലാ ദേവീ ദേവന്മാരും ആലേഖനം ചെയ്തിട്ടുള്ള രഥങ്ങൾ, ആ രഥങ്ങളെ തൊട്ട് തൊഴുതുന്നത്, അതൊന്ന് വലിക്കുന്നത്, ഇതൊക്കെ വിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം വലിയ പുണ്യമായിട്ടാണ് കരുതപ്പെടുന്നത്. അത് തങ്ങൾക്ക് അഭിവൃദ്ധിയും സമ്പൽ സമൃദ്ധിയും ഒക്കെ നേടിത്തരും എന്നുള്ളതാണ് വിശ്വാസം. ഒപ്പം നാളെ വൈകിട്ട് ഒരു 6 മണിയോടുകൂടെ നടക്കുന്ന ദേവരഥ സംഗമം, അതായത് എല്ലാ ദേവന്മാരുടെയും രഥങ്ങൾ ഒരുമിച്ച് ഈ തേരുമുട്ടിയിൽ സംഗമിക്കുമ്പോൾ ആ ഒരു നിമിഷത്തിൽ എല്ലാ ദേവീ ദേവന്മാരെയും ഒരുമിച്ച് കാണാൻ സാധിക്കും. പിന്നിൽ ദേവതകൾ പോലും അതിന് അനുഗ്രഹ വർഷം ചൊരിയുന്ന സാഹചര്യമായിരിക്കും എന്നുള്ളതാണ് അതിൻ്റെ ഒരു വിശ്വാസം. ഏതായാലും ഇന്നത്തെ രഥോത്സവത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒന്ന് എന്നുള്ളത് പുതിയതായിട്ട് ഇപ്പോൾ അഗ്രഹാര വീതിയിലേക്ക് മന്തക്കര മഹാഗണപതിയുടെ രഥം കൂടി ഈ അഗ്രഹാര വീതികളിൽ പ്രയാണം നടത്തുന്നതിന് വേണ്ടി എത്തുന്നു എന്നുള്ളതാണ്. വലിയ തിരക്ക് തന്നെയാണ് കൽപ്പാത്തിയിൽ അനുഭവപ്പെടുന്നത്. ഇന്നലെ വലിയ തിരക്കുണ്ടായിരുന്നു, ഇന്നും സമാന രീതിയിൽ തന്നെയാണ് നല്ല തിരക്ക് കൽപ്പാത്തി അഗ്രഹാര വീതികളിൽ കാണാൻ സാധിക്കുന്നത്. നാളെയും വലിയ തിരക്ക്, അതായത് നാളത്തെ ദിവസമാണ് ഏറ്റവും പ്രധാനപ്പെട്ട ദിവസം. അതുകൊണ്ട് തന്നെ ഇന്നലെയും ഇന്നും ഉള്ളതിനേക്കാൾ ഒരുപടി മുകളിൽ തിരക്ക് നാളെയും അനുഭവപ്പെടാനുള്ള സാധ്യത കൽപ്പാത്തിയിൽ കാണുന്നു എന്നുള്ളത് തന്നെയാണ്. ഏതായാലും ചടങ്ങുകൾ പുരോഗമിക്കുകയാണ്. മന്തക്കര മഹാഗണപതിയുടെ രഥപ്രയാണം 11 മണിയോടുകൂടി ആയിരിക്കും ആരംഭിക്കുക. ഇപ്പോൾ മന്തക്കര മഹാഗണപതി തൻ്റെ അച്ഛനായ വിശാലാക്ഷി സമേത വിശ്വനാഥ സ്വാമിയോട് അനുവാദം ചോദിക്കുന്നത്, രഥപ്രയാണത്തിന് മുൻപ് അനുവാദം ചോദിക്കുന്നതിന് വേണ്ടി എത്തിയിരിക്കുകയാണ്. ഇപ്പോൾ ഭഗവാൻ കൃത്യമായിട്ട് ആ ഭഗവാന്റെ വിഗ്രഹം മന്തക്കരയിൽ നിന്നും വിശാലാക്ഷി സമേത വിശ്വനാഥ സ്വാമി ക്ഷേത്രത്തിലേക്ക് എത്തിയിരിക്കുന്നു. ഇനി അവിടെ അനുവാദം ചോദിച്ച് ഏതാനും നിമിഷങ്ങൾക്കകം പിന്നെ പുറത്തേക്ക് വരും. അതിനുശേഷം വീണ്ടും തിരികെ മന്തക്കരയിലേക്ക് എത്തും. അവിടെ നിന്നായിരിക്കും 11 മണിയോടുകൂടെ തന്നെ രഥാരോഹണവും തുടർന്ന് രഥപ്രയാണവും ആരംഭിക്കുക എന്നുള്ളതാണ്. ശരി, കൽപ്പാത്തി രഥോത്സവം 2ാം ദിനം ചടങ്ങുകൾ പുരോഗമിക്കുകയാണ്. അരുണാലത്തൂരാണ് വിശദാംശങ്ങൾ നൽകിയത്.